ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇതെന്നെ എന്റെ കയ്യിലിരിക്കുന്നതെന്നല്ല എല്ലാവരും നോക്കുന്നേ. കണ്ടോ, നല്ല വിളവിളാന്നിരിക്കുന്ന പഞ്ഞിക്കെട്ട് പോണിരിക്കുന്ന നമ്മുടെ റംബൂട്ടാന്. അപ്പൊ ഇപ്പൊ എല്ലാവർക്കും അറിയാലോ, റംബൂട്ടാന്റെ സീസണാ അല്ലേ? എല്ലാവരുടെയും വീട്ടിൽ ഒരു റംബൂട്ടാനെങ്കിലും കാണാതിരിക്കുവല്ലോ. എന്നുവെച്ചാൽ നമ്മുടെ കുട്ടീസിനൊക്കെ വളരെ ഇഷ്ടമുള്ള സാധനം. അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ചുമ്മാ ഇരുന്നപ്പം ഇച്ചിരി എടുത്ത് അച്ചാറിട്ടെ. അപ്പൊ നമ്മുടെ കുട്ടീസിനത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പൊ അവർ പറഞ്ഞു, അമ്മയെ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, നല്ല ടേസ്റ്റ് ആണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഓർത്തത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാം. കുട്ടികളാണേലും എല്ലാവർക്കും ഇഷ്ടമാകും കേട്ടോ. ഇതിന്റെ ആ ഒരു പുളിയും മധുരം എല്ലാം കൂടെ കൂടി നമ്മുടെ അച്ചാറിന്റെ ആ ഒരു എരിവും കൂടെ വന്നു കഴിയുമ്പം നല്ല ടേസ്റ്റ് ആണ്. അപ്പൊ നമുക്ക് അതിന്റെ ആ റെസിപ്പിയിലേക്ക് പോവാം. ഇപ്പൊ പതിപോലെ നമ്മുടെ ഇരുമ്പ് ചീനിച്ചട്ടി വിട്ടിട്ടില്ല കേട്ടോ. അവനെ എടുത്ത് നട്ടിതേ ഒന്നിട്ട് ചൂടായി പുക വരുന്നുണ്ട്. അപ്പൊ നമ്മൾ നല്ലെണ്ണയാണ് കേട്ടോ അച്ചാറിടാൻ എടുക്കുന്നത്. കാരണം വെച്ചാൽ അച്ചാറിന് എപ്പോഴും നല്ലത് കേടാകാതിരിക്കുന്നൊക്കെ നല്ലെണ്ണയാണേ. അപ്പൊ നല്ലെണ്ണ ഒഴിച്ച് ചട്ടി നന്നായിട്ട് ചൂടായതുകൊണ്ട് നമ്മുടെ എണ്ണ നന്നായിട്ട് പെട്ടെന്ന് തന്നെ ചൂടായി കേട്ടോ. അത് നമ്മൾ ഇരുമ്പിച്ചിട്ട് ഒരു ഗുണമേ. ചൂടായി കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് നമുക്ക് സാധനങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. നമ്മുടെ എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് കടുകിന് ഇട്ട് കൊടുക്കാം. കടുകിൻ്റെ ആ പൊട്ടലങ്ങ് തീർന്ന് കഴിയുമ്പോൾ അതിലേക്ക് കുടുവായും കൂടെ ആഡ് ചെയ്യാം. പിന്നെ നമുക്ക് വേറെ പ്രത്യേകിച്ച് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ല കേട്ടോ. നമ്മൾ സാധാരണ അച്ചാർ ഇടുന്നത് തന്നെ. പിന്നെ നമ്മൾ ഇടുന്നത് വെളുത്തുള്ളി, ഇഞ്ചി ചെറുതായി കരിഞ്ഞ് വെക്കുക. ഈ ഒരു സമയത്ത് സൂക്ഷിക്കണം, നമ്മൾ തീ കുറച്ച് വെച്ച് വേണം. അല്ലെങ്കിൽ ഇത് പൊട്ടിത്തെറിക്കുമ്പോൾ നമ്മുടെ ദേഹത്തേക്ക് തെറിക്കുവേ. ഇതിൻ്റെ ആ ഒരു പച്ചമണം മാറുന്നതിനം വരെ ഒന്ന് ഇളക്കി കൊടുക്കാവേ. ഇത് വളരെ പെട്ടെന്ന് നമുക്ക് ആക്കാം കേട്ടോ. അധികം നേരം ഒന്നും വേണ്ട. ഈ റംബൂട്ടാനാണെങ്കിലും അറിയാലോ, തൊലി പൊളിക്കാൻ അതിൻ്റെ സെൻറ്റർ ഒന്ന് കട്ട് ചെയ്തിട്ട് മിക്സ് ചെയ്താൽ മതി. അന്നേരം ഇത് പൊട്ടിപ്പോയി. ആ ഒരു താമസമേ ഉള്ളൂ. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്യാവേ. കണ്ടു പറയുമ്പോൾ പിന്നെ കറിവേപ്പില ആഡ് ചെയ്യുന്ന എപ്പോഴും അച്ചാറിന് ടേസ്റ്റ് കിട്ടാനും അച്ചാർ കേടാകാതിരിക്കാനും വളരെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. പിന്നെ മഴ സീസണൊക്കെ ആയതുകൊണ്ട് കറിവേപ്പിലയൊക്കെ നന്നായിട്ട് നോക്കിയിട്ട് എല്ലാവരും ആഡ് ചെയ്തേക്കാവേ. അപ്പോൾ നമ്മുടെ ഇതെല്ലാം മൂത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് അച്ചാർ പൊടി ആഡ് ചെയ്യാം. അച്ചാർ പൊടി ഇടുമ്പോൾ ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഇങ്ങനെ ഈ തവിയിലേക്ക് ഇടുവാണെങ്കിൽ കരിയാതിരുന്നോളും കേട്ടോ പൊടി ഇടുന്നത്. ഞാൻ അച്ചാർ പൊടി ഇങ്ങനെ റെഡിമെയ്ഡ് പാക്കിങ്ങിലല്ല കേട്ടോ, നമ്മൾ പൊടിക്കുന്നിടത്തുനിന്ന് നാച്ചുറലായിട്ടുള്ള ഇതാണേ. അതൊക്കെ കമ്പനി സാധനമുണ്ട്. അപ്പോൾ അതിൻ്റേതായൊരു വ്യത്യാസം കാണുമേ. ഈ സമയത്തൊക്കെ തീ നന്നായിട്ട് കുറച്ച് വെക്കണം കേട്ടോ. അല്ലാതെ നമ്മുടെ പൊടി പെട്ടെന്ന് കരിയും. നമുക്ക് ഇച്ചിരി നിറത്തിന് വേണമെങ്കിൽ ഒരു ലേശം കാശ്മീരി പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. അത് ഓപ്ഷനിലാണേ, വേണമെങ്കിൽ മതി കേട്ടോ. പൊടി ഇങ്ങനെ മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ നമ്മുടെ റംബൂട്ടാൻ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മളിങ്ങനെ കാണുമ്പോൾ ഓർക്കും വെള്ളമില്ലല്ലോ എന്ന്. പക്ഷെ പേടിക്കണ്ട, റംബൂട്ടാൻ ഒന്ന് വെന്ത് കഴിയുമ്പോഴത്തേന് നന്നായിട്ട് വെള്ളമാകും കേട്ടോ. റംബൂട്ടാൻ്റെ ഈ സാറ് നമുക്കറിയാം, റംബൂട്ടാൻ പിള്ളേർക്ക് ഒത്തിരി ഹെൽത്തി ആണെങ്കിൽ പോലും, പക്ഷേ ഇത് ഒത്തിരി എന്തെങ്കിലും പിള്ളേർക്ക് കഫക്കെട്ടും സമയമൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒന്നെങ്കിൽ ഇങ്ങനെ കൊടുക്കാം, അല്ലെങ്കിൽ ഈ സാധനം വേറൊരു രീതി ഉണ്ടാക്കാം കേട്ടോ. അത് ഇതിനേക്കാളും ടേസ്റ്റാണ്. അതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാവേ. ഇത് ചാറ് വെക്കാൻ പറ്റും. അത് അടുത്ത ദിവസമാട്ടെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതും പിള്ളേർക്കെല്ലാം ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്. 2 മിനിറ്റ് ഞാൻ ഇരിക്കട്ടെ. നമ്മുടെ അച്ചാറിനൊക്കെ ചേർക്കുന്ന ഒരു സ്പെഷ്യൽ പൗഡർ ഇല്ലേ, അത്
കുറച്ച് ഇട്ടിട്ടുള്ളൂ കേട്ടോ, റംബൂട്ടാൻ്റെ ആയതുകൊണ്ട് ഒരു ടേസ്റ്റ്. എല്ലാം നിലയിൽ മറന്നുപോയി കാണും അല്ലേ. അതായത് നമ്മുടെ കടുകും ഉലുവായും കൂടെ വറുത്ത് പൊടിച്ചതാണ് കേട്ടോ. നമുക്ക് ആവശ്യത്തിന് വേണ്ടുന്ന ഉപ്പും കൂടെ ആഡ് ചെയ്യാവേ. അപ്പം നമുക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ പിന്നെ നമുക്ക് വിനാഗിരിയൊക്കെ ആഡ് ചെയ്തിട്ട്, റംബൂട്ടാൻ ഓൾറെഡി ചെറിയ മധുരം ഉള്ളതുകൊണ്ട് വിനാഗിരി കൂടെ വന്ന് വരുമ്പോൾ നമുക്ക് നോക്കാവേ. കാന്താരിമുളക് ഉണ്ട്, ഇതിലേക്ക് കാന്താരിമുളകും കൂടെ ആഡ് ചെയ്യാൻ കേട്ടോ. നമുക്കിപ്പം മഴയായതുകൊണ്ട് കാന്താരിമുളക് സ്റ്റോക്ക് ഇരിക്കില്ല, അതുകൊണ്ടാണ് ഞാൻ ആഡ് ചെയ്യാഞ്ഞത്. അതിൽ വേണമെങ്കിൽ കാന്താരിമുളക് ഇത് കഴിയുമ്പോൾ അച്ചാറിട്ട് കഴിയുമ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ എടുത്ത് കൂട്ടുവാണെങ്കിൽ ഉണ്ടല്ലോ നല്ല ടേസ്റ്റാണ്. ഞാൻ തീ കുറച്ച് തന്നെയാണ് വെച്ചേക്കുന്നത് കേട്ടോ, തീ കൂട്ടി വെച്ചിട്ടില്ല. നമുക്കിതിലേക്ക് കുറച്ച് സാധനം കൂടെ ആഡ് ചെയ്യാനുണ്ട്. നമുക്ക് ലേശം കായപ്പൊടി ആഡ് ചെയ്യാം. ഇനി ഒരു കുറച്ച് ഷുഗർ അധികം ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എന്ന് വെച്ചാൽ റംബൂട്ടാൻ ഓൾറെഡി മധുരമൊന്നും, ഞാൻ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് മാത്രം കുറച്ചിട്ടിട്ടുണ്ട് കേട്ടോ. നമ്മുടെ അച്ചാർ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വേണ്ടുന്ന വിനാഗിറും കൂടെ ആഡ് ചെയ്യാവേ. ഞാൻ പറഞ്ഞിട്ടുള്ളത് നമ്മൾ അച്ചാറിൽ വെള്ളം ഒഴിക്ക് വരാം. കാരണം എന്ന് വെച്ചാൽ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ അച്ചാറ് പെട്ടെന്ന് കേടായി പോവും. ചിലരൊക്കെ പറയും തിളപ്പിച്ചാറിയ വെള്ളം, പക്ഷെ തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ചാലും ഒത്തിരിനാൾ നമ്മുടെ അച്ചാറ് നിൽക്കില്ല കേട്ടോ, കേടായി പോവും. ഇതേ കണ്ട നല്ല ചുവരൊക്കെ നമ്മൾ വെളുത്തിരുന്ന നമ്മുടെ റംബൂട്ടാൻ ഇപ്പം ഇതേ നല്ല കളർഫുള്ളായി അല്ലേ. കണ്ടാ നല്ല ചുവരകരാന്നിരിക്കും, വൈ വെള്ളം ഊറുന്നില്ല എല്ലാവരുടെയും. അതാണ് അതിൻ്റെ ടേസ്റ്റും കൂടെ ഒന്ന് കാണണം മക്കളെ. ഈ ഒരു പരുവം വേണം കേട്ടോ, ഇങ്ങനെ ഇരിക്കണം അച്ചാറേ. അധികം വെള്ളവും ആകരുത്. എന്നാൽ ഒത്തിരി ഇതിനിപ്പോൾ ഇച്ചിരി കുറുകും, തണുത്ത് കഴിയുമ്പം ഇച്ചിരി കുറുകി ഇതിലേക്ക് ചെയ്ത് വന്നപ്പോഴത്തേക്ക് നമ്മുടെ റംബൂട്ടാൻ ഇവിടെ അടുത്തുവേ. അപ്പോൾ കറക്റ്റ് ഈ ഒരു പരുവത്തിൽ തന്നെ ഇരുന്നോളും. അപ്പം നമുക്കിനി നമ്മുടെ സ്റ്റവ് ഓഫ് ചെയ്യാം. ബൈ.